അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള 2 പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം നല്ല പഴുത്ത നേന്ത്രപ്പഴം വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റാം. തൊലി മാറ്റിയെടുത്ത പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു കനത്തിൽ വേണം കട്ട് ചെയ്യാൻ. അപ്പൊ പഴം ചെറിയൊരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം ബട്ടർ എടുക്കുക. എന്നിട്ട് ഈ പാനിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക. ബട്ടർ പാനിന്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്ത പഴം ഇങ്ങനെ വെച്ചു കൊടുക്കുക. പഴമൊക്കെ ഇതുപോലെ നിരത്തി വെച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് അടുപ്പിച്ച് വെച്ചു കൊടുക്കുക. ഒരുപാട് ഗ്യാപ്പ് വിടണ്ട. ഇനി വേണ്ടത് ഇതുപോലത്തെ ഒരു തവയാണ്. ഈ തവ ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ചൂടാക്കാൻ വെക്കാം. ഇതുപോലത്തെ ഒരു തവ ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഇരുമ്പിന്റെ തവ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഏതെങ്കിലും ഒരു പഴയ തവ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെക്കാം. മിക്സിംഗ് ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. മുട്ട എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മുട്ടയുടെ സ്മെല്ലൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മുട്ട നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പൊ മുട്ട ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ പഞ്ചസാര പൊടിച്ചാണ് എടുത്തിട്ടുള്ളത്. 6 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ബാക്കിയും കൂടി ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് മിക്സായി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പഞ്ചസാര മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പഞ്ചസാര 6 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ 1/2 കപ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ എളുപ്പമാണ്. പൊടിച്ച് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് മിക്സായി കിട്ടും. ബാക്കി പഞ്ചസാര മുഴുവനും ഇട്ട് കൊടുക്കുക. പഞ്ചസാര മുട്ടയായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് പകരം കട്ടിയുള്ള പുളിപ്പില്ലാത്ത 1/4 കപ്പ് തൈര് എടുത്താലും മതി. നല്ല കട്ടിയുള്ള തൈരായിരിക്കണം. അപ്പോൾ അതൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മുട്ടയും എണ്ണയും പഞ്ചസാരയൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തിളപ്പിച്ചാറിയ 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. ഒട്ടും ചൂടില്ലാത്ത പാല് വേണം എടുക്കാൻ. ഇനി ഇതും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഒരു മിക്സിംഗ് ബൗളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ എടുക്കുമ്പോൾ ലെവൽ ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്, കുത്തി നിറച്ച് എടുക്കരുത്. അതുപോലെ തന്നെ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ അരിച്ചിട്ട് വേണം ഇതുപോലെ എടുക്കാൻ വേണ്ടിയിട്ട്, കട്ടകളൊക്കെ ഉണ്ടാവും. കൊക്കോ പൗഡർ നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഇൻസ്റ്റന്റ് കോഫി പൗഡർ എടുത്താലും മതി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ലെവൽ ചെയ്ത് വേണം ബേക്കിംഗ് പൗഡറും എടുക്കാൻ. ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി എടുത്താലും മതി. അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അപ്പക്കാരാണ്. ബേക്കിംഗ് പൗഡർ ഉണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ തന്നെ എടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അരിച്ചെടുക്കാം.
ഇപ്പോൾ കണ്ടില്ലേ ചെറിയ ചെറിയ കട്ടകൾ, ഇത് നമുക്ക് ആവശ്യമില്ല, മാറ്റാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും പാലിൻ്റെ ഒക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ആദ്യം പകുതി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും പകുതി ഒഴിച്ചു കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ബാക്കി മുട്ടയുടെ മിക്സ് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരേ ഡയറക്ഷനിൽ വേണം ഒന്ന് മാവ് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ബാറ്ററാണ് നമുക്ക് ആവശ്യം. ഇതുപോലെ ഒരുപാട് അങ്ങ് ലൂസ് ആവാനും പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. ഈ ഒരു പരുവത്തിന് വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ തയ്യാറാക്കിയ ബാറ്റർ നമ്മൾ പാനിൽ നിരത്തി വെച്ചില്ലേ, പഴത്തിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തു. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണം ബാറ്റർ. ഒന്ന് സ്പാച്ചില വെച്ച് നിരത്തിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത തവയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇപ്പൊ ഹോളുള്ള അടപ്പാണെന്നുണ്ടെങ്കിൽ അലുമിനിയം ഫോയിലോ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു കൊടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇപ്പൊ നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയി. ഇനി വെന്തിട്ടോണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. ഇപ്പോൾ ടൂത്ത് പിക്ക് ഒട്ടിപ്പിടിക്കാതെ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അഥവാ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പൊ ഈ തവ ചൂടാണ്, അപ്പൊ ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തെടുത്ത് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് ഡിമോൾഡ് ചെയ്യാം. നല്ല അടിപൊളി സൂപ്പർ ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത പീസിങ് എടുക്കാം. ഇപ്പൊ ഒരെണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ പഴമൊക്കെ ഇതുപോലെ ബാക്കി വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്